BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് 170 ലൈസൻസ് ഇല്ലാത്ത സ്കൂട്ടറുകളും സമാന ഇരുചക്ര വാഹനങ്ങളും പിടിച്ചെടുത്തു. ബഹ്റൈനിലെ പ്രധാന പൊതുറോഡുകൾ, വാഹനപാതകൾ, റോഡ് ഷോൾഡറുകൾ, അടിയന്തര പാതകൾ, നിയുക്ത സ്റ്റോപ്പിംഗ് ഏരിയകൾ എന്നിവിടങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഫെബ്രുവരി 9 നിലവിൽ വന്ന പുതിയ നിയമം പാലിക്കാത്തതിനെ തുടർന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടികളെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പറഞ്ഞു. പൊതുസുരക്ഷ ഉറപ്പാക്കാൻ നിയമലംഘകരെ കണ്ടെത്തി പിഴ ചുമത്തുന്നതിനായി ട്രാഫിക് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ആവശ്യപ്പെട്ടു. ബഹ്റൈനിൽ പാസ്പോർട്ട് സേവനങ്ങളടക്കം 6 സർക്കാർ സേവനങ്ങൾ കൂടി ഓൺലൈൻ വഴി ലഭ്യമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലും സുതാര്യവും കാര്യക്ഷമവുമാക്കാനും വേണ്ടിയുമാണ് സർക്കാർ സേവനങ്ങളെല്ലാം ഓൺലൈൻ പോർട്ടലുകളിലേക്ക് മാറ്റിയത്. പാസ്പോർട്ട് ഡേറ്റകൾ പുതുക്കൽ, അപേക്ഷകളെക്കുറിച്ചുള്ള അന്വേഷണം, പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾ റദ്ദ് ചെയ്യൽ, വിദേശ നവജാത ശിശുക്കളുടെ രജിസ്ട്രേഷൻ, നവജാത ശിശുക്കളുടെ പൗരത്വ രജിസ്ട്രേഷൻ അപേക്ഷകളെക്കുറിച്ചുള്ള അന്വേഷണം, നവജാത ശിശുക്കളുടെ പൗരത്വ രജിസ്ട്രേഷൻ അപേക്ഷകൾ റദ്ദ് ചെയ്യൽ എന്നിങ്ങനെ 6 സേവനങ്ങളാണ് പുതുതായി പോർട്ടലിൽ ഉൾപ്പെടുത്തിയത്. പുതുതായി അവതരിപ്പിച്ച സേവനങ്ങൾ ഇടപാടുകൾ ലളിതമാക്കാനും സമയം ലാഭിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും അതുവഴി സേവന കേന്ദ്രങ്ങളിലേക്ക് നേരിട്ട് വരുന്നത് ഒഴിവാക്കാമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ഷാഖ് ഹിജാം ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ പറഞ്ഞു. കുവൈറ്റിന്റെ ദേശീയ ദിനത്തിൽ കുവൈറ്റ് അമീറിന് ആശംസ അറിയിച്ച ബഹ്റൈൻ ഭരണാധികാരികൾ. കുവൈറ്റ് ദേശീയ ദിനവും വിമോചന ദിനവും ആഘോഷിക്കുന്ന വേളയിൽ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷം അൽ അഹമ്മദ് അൽ ജാബിർ സബാഹിനാണ് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർ ആശംസകൾ നേർന്നത്. അമീറിന് ആയുരാരോഗ്യവും സന്തോഷവും ഉണ്ടാകട്ടെയെന്നും കുവൈറ്റ് ജനതയ്ക്ക് അമീറിന്റെ കീഴിൽ പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കാൻ കഴിയട്ടെയെന്നും ഹമദ് രാജാവ് ആശംസിച്ചു. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പുഴയുടെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. കർസഗാനിലെ ഗ്ലോറിയ ഗാർഡനിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ലേഡീസ് വിംഗ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 200ഓളം പേർ പങ്കെടുത്തു. കുട്ടികൾക്കും ലേഡീസിനും കപ്പിൾസിനുമായി ഒരുക്കിയിരിക്കുന്ന രസകരമായ ഗെയിമുകൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ പരിപാടിയുടെ മാറ്റുകൂട്ടി. വിവിധ ഗെയിമുകളിൽ വിജയികളായവർക്ക് ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ലക്കി ഫാമിലിക്ക് പ്രത്യേക സമ്മാനവും ഒരുക്കിയിരുന്നു. ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപ്, കോർഡിനേറ്റർമാരായ ആശ സെഹ്റ, ശൈല അജയൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാഹിറ അനസ്, ആതിര സതീഷ്, നന്ദന പ്രശു, മറ്റംഗങ്ങളായ അശ്വതി പ്രവീൺ, സിസി ശരത്, ജിസ ജിമോൻ തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ലേഡീസ് വിങ്ങിന്റെ ഈ മീറ്റപ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭാരവാഹികൾ നന്ദി അറിയിച്ചു. പ്രവാസത്തിന്റെ വർത്തമാനവും ഭാവിയും പറഞ്ഞ പ്രവാസി വെൽഫെയർ സംഗമം ശ്രദ്ധേയമായി. 5.5 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഗൾഫ് പ്രവാസി കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസന മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദ്രുദ്ദീൻ പൂവാർ പറഞ്ഞു. പ്രവാസി വെൽഫെയർ മനാമ സോൺ സംഘടിപ്പിച്ച പ്രവാസം വർത്തമാനവും ഭാവിയും ചർച്ചാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികൾ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിർബന്ധമായും നാളേക്കുള്ള നിക്ഷേപങ്ങൾക്ക് കരുതണമെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി CA മുഹമ്മദ് അലി പറഞ്ഞു. പ്രവാസി വെൽഫെയർ മനാമ സോണൽ സെക്രട്ടറി അസ്ലം മേളം അധ്യക്ഷത വഹിച്ചു. പ്രവാസി വെൽഫെയർ മനാമ സോണൽ പ്രസിഡന്റ് അബ്ദുള്ള കുറ്റിയാടി നിയന്ത്രിച്ച സംഗമത്തിന് അനിൽ ആറ്റിങ്കൽ നന്ദി പറഞ്ഞു. ആരോഗ്യ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ യുണൈറ്റഡ് നഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റൈനും അൽ ഹിലാലും ചേർന്ന് മനാമ സെൻട്രൽ അൽ ഹിലാൽ ഫെബ്രുവരി 28 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ 1 മണി വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട അടിസ്ഥാനപരമായ രക്തപരിശോധനകൾ യാതൊരു ചെലവും കൂടാതെയാണ് UNI ചെയ്യുന്നത്. കൂടാതെ രക്തപരിശോധനകൾക്ക് ശേഷം തുടർന്നുള്ള 15 ദിവസം സൗജന്യ ഡോക്ടേഴ്സ് കൺസൾട്ടേഷനുകൾ ലഭിക്കുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ ഷാഫി പറമ്പിൽ MPയുമായി ICF ബഹ്റൈൻ നാഷണൽ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. കാലങ്ങളായി പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം പ്രവാസി പുനരധിവാസ പദ്ധതികൾ കാര്യക്ഷമമാക്കുന്നതിനായി സജീവ ഇടപെടലുകൾ ഉണ്ടാവുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി കൊടുവള്ളി, ജനറൽ സെക്രട്ടറി ഷനവാസ് മദനി, എക്കണോമിക് സെക്രട്ടറി CH അഷ്റഫ്, അബ്ദുൽ സലാം പെരുവയൽ എന്നിവരടങ്ങിയ സംഘമാണ് MPയെ സന്ദർശിച്ചത്.
ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്റർ ജുബിൻ ചെങ്ങന്നൂർ, സബ് കോർഡിനേറ്റർമാരായി ഹരീഷ് ചെങ്ങന്നൂർ, ആതിര പ്രസാദ് എന്നിവരുടെ നിയന്ത്രണത്തിൽ സൗദിയിലുള്ള ഹോം ഓഫ് ബാഡ്മിന്റൺ കോർട്ടിൽ ഡബിൾസ് ഇനത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 8 പുരുഷ ടീമുകൾ പങ്കെടുത്തു. മത്സരത്തിൽ ഹിമാൽ തമാങ്, കളിറ മഹറ്റോ എന്നിവർ 1-ാം സ്ഥാനവും അഫ്സൽ അഷ്റഫ്, സായുജ് കൃഷ്ണ എന്നിവർ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. മഹാകുംഭമേളയുടെ അവസാന അമൃത് സ്നാനത്തിൽ പങ്കെടുക്കാൻ ഭക്തലക്ഷങ്ങൾ പ്രയാഗ്രാജിലേക്ക്. നാളെ 1 കോടി ഭക്തർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പ്രയാഗ്രാജിലെത്തിയിട്ടുണ്ട്. മഹാകുംഭമേളയുടെ അവസാന ദിവസം തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുമെന്നും തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ജനുവരി 13 ആരംഭിച്ച കുംഭമേളയിൽ 64 കോടി ഭക്തരാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത്. കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ നാളെയും സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കേരളത്തെ നടുക്കിയ തിരുവനന്തപുരത്തെ കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ തെളിവ്. ഇതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നും പോലീസ് അറിയിച്ചു. 23 വയസ്സുകാരൻ അഫാൻ ബന്ധുക്കളെയും കാമുകിയും അടക്കം 5 പേരെയാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. 5 പേരെയും കൊന്നത് ഒരു ചുറ്റിക കൊണ്ട് തലക്കടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. എല്ലാവർക്കും തലയിൽ അടിയേറ്റ ക്ഷതമുണ്ട്. ചുറ്റിക അഫാൻ വാങ്ങിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഫാൻ ആദ്യം നൽകിയ വിവരം മാത്രമേ പോലീസിനുള്ളൂ. അത് മുഴുവൻ മുഖവിലയ്ക്ക് എടുക്കാനാകില്ലെന്നാണ് പോലീസിന്റെ വാദം. അതിനാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ തുടരും. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ 3 ഡിവൈഎസ്പിമാർക്കാണ് കേസിന്റെ അന്വേഷണത്തിന് ചുമതല. 4 CIമാരും പ്രത്യേക സംഘവും അന്വേഷണത്തിനുണ്ടാകും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.